ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു മുട്ടത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേറെ പ്രത്യേകിച്ച് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. സാധാരണ നമ്മൾ മുട്ട പൊരിക്കുന്നതിലും കുറച്ചുകൂടി ഒരു വ്യത്യസ്തമായിട്ട് ഉണ്ടാവും എന്ന് മാത്രം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പാൻ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഈ കടുക് ഓപ്ഷണലാണ്, ഇട്ട് കൊടുത്താലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി നന്നായിട്ട് വന്നതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. ഞാൻ അത്യാവശ്യം ഒരു വലിയ സവാള ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സവാള നന്നായിട്ടൊന്ന് അതിൻ്റെ അകത്തൊന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായി ഒന്ന് വഴന്ന് വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. അതിലേക്ക് കുറച്ച് ഉപ്പും നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുറച്ച് ഉപ്പോടെ ആഡ് ചെയ്തിട്ടാണ് ഞാനിതൊന്ന് വഴറ്റി കൊടുക്കുന്നത്. വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. വേറെ എന്തെങ്കിലും ഉപ്പ് എക്സ്ട്രാ വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. സോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ്. എൻ്റെ മകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ മുട്ട പൊരിച്ചു കൊടുത്താൽ അത്ര ഇൻട്രസ്റ്റോടുകൂടി എപ്പോഴും കഴിക്കാറില്ല. കുറച്ച് കഴിയുമ്പോഴൊക്കെ ബോറടിക്കും. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്താൽ വളരെ നന്നായിട്ട് കഴിക്കാറുണ്ട്. പിന്നെ ഇതിന് ശേഷം ഇതിന് അതിൻ്റെ കുറച്ച് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു മുഴുത്ത തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്, നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇട്ട് കൊടുക്കുക. ഇതിനൊപ്പം ആവശ്യമാണെങ്കിൽ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് പച്ചമുളകൊക്കെ കടിക്കുന്നത് കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാളയും തക്കാളിയും കൂടെ ഒന്ന് നന്നപോലെ വഴന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതിനു മുമ്പ് ഇതിനകത്തേക്ക് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഒരുപാട് എരിവ് വേണ്ടവർക്ക് അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കണം. അത് നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയം എടുത്താൽ മാത്രമാണ് ആ തക്കാളി ഒന്ന് വെന്ത് വരുള്ളൂ. അത് വേവാതിരുന്ന് കഴിഞ്ഞാൽ മുട്ട ആക്കുമ്പോൾ ആ തക്കാളിയുടെ പച്ചച്ചുവ ഉണ്ടാവും. അതുകൊണ്ട് ഞാനതൊന്ന് വേവാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. 5 മുട്ട നല്ലപോലെ ഒന്ന് ചിക്കിയെടുത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്.